ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ബി ഹാപ്പി. എൻ്റെ പേര് കാർത്തിക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടല്ലോ അല്ലേ? ഈ വീഡിയോസൊക്കെ ഇഷ്ടമാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളണേ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം ലാസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വീഡിയോസ് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണാം. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും. ഈ മഞ്ഞുകാലത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അല്ലേ? ചുണ്ടിൻ്റെ ഡ്രൈനെസ്, അതുപോലെ തന്നെ ചുണ്ട് വിണ്ട് കീറുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ? ചുണ്ടിൻ്റെ അതുപോലെ തന്നെ ഇരുണ്ട നിറം വരുന്നത്. അപ്പം അതൊക്കെ മാറ്റാനുള്ള 5 ടിപ്സായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാലാണ് പഞ്ചസാര. ഇല്ല, എല്ലാവരുടെ അടുക്കളയിലുള്ള കാര്യമാണ് പഞ്ചസാര. അപ്പം പഞ്ചസാരയാണ് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ആദ്യത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ടൊമാറ്റോ വേണം, പിന്നെ അതുപോലെ തന്നെ ഷുഗർ വേണം. അപ്പോൾ ടൊമാറ്റോ പീസാക്കിയിട്ട് അത് നമ്മൾ ഷുഗറിൽ ഡിപ്പ് ചെയ്തിട്ട് ചുണ്ടിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കുറച്ച് നേരം റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതിപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പേസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം വേണം അതും ആ പേസ്റ്റും ഷുഗറോടുള്ള മിക്സ് വേണം ചുണ്ടിൽ പുരട്ടാൻ വേണ്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം. രണ്ടാമത്തെ ടിപ്പിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ഷുഗർ. അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം ചുണ്ടിൽ വെക്കുക. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ ടിപ്പ് പരീക്ഷിക്കേണ്ട. അവർ ലെമൺ ജ്യൂസ് ഉപയോഗിക്കേണ്ട. കാരണം ലെമൺ ജ്യൂസ് കുറച്ചുകൂടെ സ്കിൻ ഡ്രൈ ആക്കുകയുള്ളൂ. അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമുക്കുള്ള അടുത്ത ടിപ്പാണ്, മൂന്നാമത്തെ ടിപ്പാണ് ഹണി ആൻഡ് ഷുഗർ മിക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹണി എടുത്തിട്ട് അതിൽ ഷുഗർ ഇട്ടിട്ട് ആ പഞ്ചസാരയുടെ വലിയ തരിക്ക് നലിപ്പിച്ചതിന് ശേഷം ചുണ്ടിൽ പുരട്ടുക. കുറച്ച് നേരം ചുണ്ടിൽ വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. ഇത് മൂന്നാമത്തെ ടിപ്പ്. ഇനി പറയുമ്പോൾ നാലാമത്തെ ടിപ്പാണ്. നാലാമത്തെ ടിപ്പിന് നമുക്ക് ആവശ്യമുള്ളതാണ് കുക്കുംബർ ജ്യൂസും അതുപോലെ തന്നെ ഷുഗറും. അപ്പം വെള്ളരിക്കയുടെ ജ്യൂസ് എടുത്തിട്ട് അതിൽ നമ്മൾ ഷുഗർ മിക്സ് ചെയ്യുക. അതിനുശേഷം ചുണ്ടിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഡ്രൈ ആയതിനു ശേഷം ഇത് വാഷ് ചെയ്ത് കളയുക. ഇനി അടുത്തത് അഞ്ചാമത്തെ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അലോവേര ജെല്ല് വേണം, പിന്നെ അതുപോലെ തന്നെ ഷുഗർ വേണം. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചുണ്ടിൽ പുരട്ടി കുറച്ച് നേരം കഴിയുമ്പോൾ അത് കഴുകി കളയുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അലോവേര വീട്ടിൽ ഫ്രഷ് ആയിട്ട് ലഭിക്കുന്നവർ മാത്രമേ ഈ ടിപ്പ് പരീക്ഷിക്കാവുള്ളൂ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച ജെല്ലാണെങ്കിൽ അത് വെച്ച് ഈ ടിപ്പ് പരീക്ഷിക്കരുത്. അത് എന്തായാലും എത്ര കെമിക്കൽസ് ഒക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തായാലും കെമിക്കൽസ് കാണും. അപ്പം നമ്മൾ അത് വെറുതെ പരീക്ഷിച്ച് ചുണ്ടിൻ്റെ ഉള്ള ഭംഗിയും കൂടെ കളയണ്ട. അപ്പം വീട്ടിൽ നമ്മൾ അലോവേര ജെല്ല് നല്ല ഫ്രഷ് ആയിട്ട് ലഭിക്കുന്നവർ മാത്രം ഈ ടിപ്പ് ചെയ്യുക. ഈ ടിപ്പും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ചുണ്ട് നല്ലപോലെ സ്മൂത്ത് ആവും. അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ പോയി ആ ബ്ലാക്ക് കളറൊക്കെ പോയി നല്ല പിങ്ക് കളർ കിട്ടും. പിന്നെ ഞാനിതിൽ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസും ഷുഗറും ഉള്ളൊരു മിക്സാണ് എൻ്റെ സ്കിന്നിന് നല്ലത്. ഞാൻ അതാണ് ചെയ്യാറുള്ളത്. ഞാൻ വീക്കിലി ഇത് 3 പ്രാവശ്യം ചെയ്യാറുണ്ട്. ഇപ്പം ഞാനത് കണ്ടിന്യൂസ് ആയിട്ടൊരു 1.5 മാസമായിട്ട് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ചില ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ഫേസിലിട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. അതുപോലെ ഇതിനും അങ്ങനെ റിസൾട്ട് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുക ചെയ്യരുത്. ഇത് 1-2 തവണ ചെയ്തത് കൊണ്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കത്തില്ല. ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് ചെയ്യുകയാണ്. അപ്പം ഓരോരുത്തരുടെയും ചുണ്ടിൻ്റെ ആ ഒരു ഡാർക്ക് കളർ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ചിലർക്ക് 1 മാസം ചെയ്തതിൻ്റെ റിസൾട്ടും, ചിലർക്ക് ഒരു 1.5 മാസം, ചിലർക്ക് അത് 3 മാസം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ആരും വിചാരിക്കരുത്. അപ്പം എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഞാനിപ്പോൾ 1.5 മാസമായിരുന്നല്ലോ. അപ്പം ചിലർക്ക് അത് 2 മാസം ചെയ്യേണ്ടി വരും. അപ്പം മടിയൊന്നും വിചാരിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ദേഹത്ത് ഇല്ലാതെ ആകുമ്പോഴാണ് സ്കിൻ കൂടുതലും ഡ്രൈ ആയിട്ട് മാറുന്നത്. അപ്പം നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ നല്ലപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ കഴിക്കുക. പിന്നെ ഈ ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം.
അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പം മറ്റൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.